ഇന്ത്യക്കാരായ നാവികരെ ഹോർമൂസ് വഴി കടന്നുപോകുന്ന കപ്പലുകളിൽ നിയോഗിക്കരുത് എന്ന നിർദ്ദേശവുമായി DGMA കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു നിർദ്ദേശം വരുന്നത്. കപ്പൽ കമ്പനികൾക്കും ഉടമകൾക്കും മാനേജ്മെന്റിനുമാണ് നിർദ്ദേശം നൽകിയത്. വിഷ്ണു പ്രസാദാണ് വിവരങ്ങളുമായി ചേർന്നത്. വിഷ്ണു, ഈ നിർദ്ദേശത്തിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? രതീഷ്, കഴിഞ്ഞ ദിവസങ്ങളിലായി ഹോർമൂസ് കടലിടുക്കിന്റെ ഭാഗങ്ങളെ അതുമായി അടുത്ത പ്രദേശങ്ങളിൽ ഉൾപ്പെടെ വ്യാപാര കപ്പലുകൾക്ക് അല്ലെങ്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഒരു ഇന്ത്യക്കാരനെ കാണാതാവുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കപ്പൽ കമ്പനികൾക്കും മാനേജ്മെന്റിനും ഉടമകൾക്കുമെല്ലാം തന്നെ ഇത്തരത്തിൽ DGMA നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതുവഴി സർവീസ്, അതായത് ഹോർമൂസ് വഴി സർവീസ് നടത്തുന്ന കപ്പലുകളിൽ ഇന്ത്യക്കാരായ നാവികരെ വിന്യസിക്കരുത് എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അടുത്തൊരു അറിയിപ്പ് ലഭിക്കുന്നതുവരെ ഇവരുടെ സുരക്ഷ കണക്കിലെടുത്താണ് ഇത്തരം ഒരു തീരുമാനമെന്നും DGMA പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട്. മൊംബാസ ബി അൽ ബഹ്യ, GFS ഗാലക്സി, MT വൈദ്യാൻ എന്നിങ്ങനെയുള്ള കപ്പലുകൾക്ക് നേരെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആക്രമണം, അതോടൊപ്പം തന്നെ ഹോർമൂസിലും ഗൾഫ് ഓഫ് ഒമാനിലും ഉൾപ്പെടെ ഈ അമേരിക്കയും അതോടൊപ്പം തന്നെ ഇറാനും തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുന്നതിനും അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് തങ്ങൾക്ക് പണം ലഭിക്കണമെന്നൊരു നിലപാട് സ്വീകരിച്ചതും ഇപ്പോൾ നടക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധസമാനമായ സാഹചര്യത്തെ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തു കൂടിയുള്ള കപ്പൽ സഞ്ചാരം സുരക്ഷിതമല്ല എന്നാണ് ഇപ്പോൾ എന്തായാലും DGMA വിലയിരുത്തുന്നത്. രതീഷ്, ശരി, ഈ സാഹചര്യത്തിലാണ് പുതിയൊരു നിർദ്ദേശം കൂടി വരുന്നത്. ഇന്ത്യൻ നാവികരെ നിയോഗിക്കരുത് എന്നതാണ് നിർദ്ദേശം.